ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിനെടുത്തിരിക്കുന്ന മണ്ണ് അത് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതാണ് ഈ അപകടത്തിന് വലിയ കാരണമായത് എന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് മന്ത്രി എ പി അനിൽകുമാർ അടക്കം പറയുന്നുണ്ട്, ടി സിദ്ദിഖ് അടക്കം പറയുന്നുണ്ട്. പക്ഷേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിരവധി വാഹനങ്ങൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയമുണ്ട്. മണ്ണിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. 6 പേരെ ഈ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തന സംഘങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പ്രദേശത്ത് ഇന്നലെ രാത്രിയും കനത്ത മഴ പെയ്തിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വീടുകൾ ഉൾപ്പെടെ കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നതായുള്ള റിപ്പോർട്ടുകളാണ്. സംഭവ സ്ഥലത്തേക്ക് മന്ത്രിമാരായ ടി സിദ്ദിഖും എ പി അനിൽകുമാറും ഒക്കെ പുറപ്പെട്ടിട്ടുണ്ട്. പ്രദേശവാസികളോട് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഫൈസൽ തുടരുന്നുണ്ട്. അപ്പോൾ ഫൈസൽ, ഇപ്പോൾ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നു. 2 മരണം സ്ഥിരീകരിച്ചതായുള്ള വിവരങ്ങൾ വരുന്നു. മന്ത്രി പി കെ ബഷീർ അടക്കം പറയുന്നത് മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളുണ്ട്? എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ഫൈസൽ? JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായി മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ അപ്പുറം ഭാഗത്തേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഇതിനടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. വലിയ ഒരു മൺകൂന തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണ് പൂർണ്ണമായി ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. വലിയ ഒരു മൺകൂന തന്നെയാണ് ഈ ഒരു ഭാഗത്തേക്ക് വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത്. നേരത്തെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് തകർന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു പള്ളി തകർന്നു, ഒരു വീട് പൂർണ്ണമായും തകർന്നു. അങ്ങനെ വലിയ നാശനഷ്ടം ഈ ഒരു ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത്രത്തോളം വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. തുരങ്കപാതക്കായി നിർമ്മിച്ച ഒരു കോൺക്രീറ്റ് ഭിത്തി ഉണ്ടായിരുന്നു. ആ ഭിത്തി പൂർണ്ണമായും തകർന്ന് പൂർണ്ണമായും റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നത്. ഇനി മറ്റുള്ള ആരെങ്കിലും ഇവിടെ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകാരൊക്കെ വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന, ഏറ്റവും അധികം വയനാട് ജില്ലയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം എത്തുന്ന ഒരു മേഖല കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. 15 തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേരത്തെ ആദ്യം നമ്മോട് നാട്ടുകാർ പറഞ്ഞത്. പക്ഷെ അതിൽ എണ്ണത്തിലൊക്കെ തന്നെ പലർക്കും പല ആശയ വ്യത്യാസങ്ങളുണ്ട് അവരുടെ കൂടെ. കാരണം നാട്ടുകാർക്ക് അവിടെ ജോലി ചെയ്യുന്നവരെ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷെ നാട്ടുകാരോ ഇനി മറ്റാരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തകർന്നു പോയതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റാൻഡിൽ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. യെസ് ഫൈസൽ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാകാനുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എത്ര പേർ അതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും കൃത്യമായി വ്യക്തതയില്ല. അതിനുള്ള പരിശോധന, രക്ഷാപ്രവർത്തനമെല്ലാം പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.